നമുക്ക് എല്ലാവർക്കും ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ട്രേഡാണ് എന്താ പറയുക ഷോർട്ട് ടേമിൽ അടിപൊളിയായിട്ട് റിട്ടേൺ തരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ബ്രേക്ക് ഔട്ട് ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ചെങ്കിലും ചാർട്ട് റീഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ വേറെ ആളുടെ എന്താ പറയുക ഒരു കോൾസ് അല്ലെങ്കിൽ അവർ തരുന്ന എൻട്രി സ്വീകരിച്ച് നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും. മാക്സിമം പെട്ടെന്ന് അവർ നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അതൊക്കെ നമ്മുടെ കയ്യിലല്ല. നമുക്ക് നമ്മൾ ചെയ്ത് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു റീസൺ ഉണ്ട്. അവരിൻ്റെ അതൊന്നും നമുക്ക് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ തന്നെ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചാർട്ട് റീഡിംഗ് ആണ്. ചാർട്ട് റീഡിംഗ് അറിയാണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റോക്ക് ട്രേഡിൽ എന്താ പറയുക നിലനിൽപ്പില്ല. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും കുറച്ച് ടൈം കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്ത് ഡെയിലി ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുക, ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യോ ഇല്ലയോ. ബ്രേക്ക് ഔട്ട് ട്രേഡിൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ തന്നെ സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട്. സോ ബ്രേക്ക് ഔട്ട് റേറ്റ് എപ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരുപാട് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓർമ്മത് കണ്ടില്ലേ, ഇതൊരു ബ്രേക്ക് ഔട്ട് സോണായിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ച് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ സ്റ്റോക്ക് കയറിപ്പോയി. പിന്നെ വീണ്ടും ഈ ഒരു സോണിൽ നിന്ന് വീണ്ടും ബ്രേക്ക് ഔട്ട് കിട്ടി, കണ്ടില്ലേ, ഇവിടെ നിന്ന് കയറിപ്പോയി. പിന്നെ വീണ്ടും ആ റെസിസ്റ്റൻസിക്ക് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് കയറിയത്. അതിൽ നമുക്ക് കുറച്ച് ട്രെൻഡ് ലൈൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബ്രേക്ക് ഔട്ട് ട്രേഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ബ്രേക്ക് ഔട്ട് ട്രേഡിന് എങ്ങനെയാണ് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചാർട്ട് റീഡ് ചെയ്യാനും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഞാൻ ഒരു കാര്യം എപ്പോഴും പറയണം, പഠിക്കാണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പഠിക്കുക, അല്ലെങ്കിൽ ആവശ്യമാണ് ക്യാപിറ്റൽ കളയാൻ നിൽക്കണ്ട, പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. സപ്പോർട്ട് ചെയ്യാം. ബൈ.